ആയിരം നന്ദി അർപ്പിക്കുകയാണ്. ഇത്രത്തോളം മനോഹരമായൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ജീവിതകാലത്തിന് പ്രതീക്ഷിച്ചതല്ല. എന്നാലും ദൈവങ്ങളെ നടത്തിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാ മനുഷ്യർക്കും ഒരാഗ്രഹമുണ്ട്, നല്ലൊരു ഭവനം പണിയണമെന്ന്. നല്ലതൊന്നുമല്ല, ഒരു ഭവനം ആവശ്യമാണെന്ന് എല്ലാവർക്കും ഉണ്ട്. അതിന് ഓരോ റീസൺ പറയും. കയറി കിടക്കണം, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക, അനാഥരായി തീരരുത്, അങ്ങനെ കുറേ റീസൺ ഉണ്ട്. അതുപോലെ നമുക്കും മനസ്സിൽ പല കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭവനം വേണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അന്ന് സൂപ്രണ്ടായിരിക്കുന്നത് സാറായിരുന്നു. ആ സമയത്ത് ഒരു പാസ്റ്റേഴ്സിൻ്റെ ഫാമിലിയുടെ പാസ്റ്റേഴ്സും ഭാര്യയും അങ്ങനെ ഒരു കോൺഫറൻസ് വെച്ചിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ്. ആ സമയത്ത് അപ്പയും മമ്മിയും പോയിട്ട് മമ്മിയെ സ്പർശിച്ച കാര്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മമ്മി ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. സാറ് വന്ന് പറഞ്ഞതായ കുറേ കാര്യത്തിൽ ഒരു കാര്യം, ദൈവദാസന്മാർക്കെല്ലാം അതിൻ്റെ ആശയമാണ്, ഞാനത് കേട്ടില്ല, എൻ്റെ ആശയമാണ് മമ്മി പറയുന്നതാണ് ഞാൻ കേട്ടത്. നമ്മുടെ ദൈവദാസന്മാർക്കെല്ലാം ഭവനം വേണം. പല ദൈവദാസന്മാരും മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒരു കിടക്കാനൊരു പാർശ്വനേരിക്ക് പോകണമല്ലോ, അപ്പോൾ അവർക്ക് കിടക്കാനൊരു വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അവരെന്ത്, പാസ്റ്ററിന് ഭവനമില്ലാത്ത പാസ്റ്ററാണ്, ഭാര്യയും മക്കളും ഇങ്ങനെ കഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് പലരോടും സഹായം ചോദിക്കും.